ഹലോ ഗായ്സ്, രാവിലെ ഞാൻ എന്താ കിച്ചണിലേക്ക് വന്നപ്പോൾ ഒരാൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുകയാണ്. ഒരു മുട്ടനാട് നല്ല മുട്ടൻ പണി തന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തല കിട്ടിയിട്ടുണ്ട് മുട്ടനാടിൻ്റെ. വാപ്പച്ചിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ആൾ കൊണ്ടുവന്നതാണ്. ഇതെന്ത് ചെയ്യുമെന്നറിയാണ്ട് ഞാനും ഉമ്മച്ചിയും കുറച്ച് നേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി മൽപ്പിടുത്തത്തിനൊടുവിൽ അതാ ഈ പരുവത്തിലാക്കി എടുത്തു. ഇനി നമ്മൾ കുറച്ച് സവാള അരിഞ്ഞെടുത്തു. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുക്കറിലാണിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളെ സവാള അതിലേക്ക് ഇടുകയാണ്. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഒരു ജാതിപത്രി അതും കൂടിയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മട്ടൻ ആയതുകൊണ്ട് നമുക്ക് നല്ല മസാലയുടെ നല്ല ഫ്ലേവർ വേണം. ചെറിയൊരു ആടിൻ്റെ തലയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഞാൻ അതിലേക്ക് 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവറാണ് നമ്മളുടെ മട്ടൻ കറിക്ക് എപ്പോഴും മുൻപിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കുറച്ച് മുന്നിലാക്കിയിട്ടാണ് ഇടുക. നന്നായിട്ട് വഴന്ന് വരണം സവോളയൊക്കെ, എന്നാലാണ് മട്ടനിലേക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുള്ളൂ. അതിന് ശേഷം നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള തക്കാളിയാണ്. കുറച്ചേ ഉള്ളൂ മട്ടൻ പീസാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ. പിന്നെ ഇവിടെ പച്ചമുളകിന് ഞാനിവിടെ നമ്മളുടെ വീട്ടിലുള്ള നാടൻ മുളകാണത്, ഒരു വയലറ്റ് മുളകാണ്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് 2 കീറാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പൊതുവേ ഇറച്ചിക്കറികൾ വെക്കുമ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇടാറുള്ളത്. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. മല്ലിപ്പൊടിയും നമ്മളുടെ ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറും അതിൻ്റെ ഒരു സ്പെഷ്യൽ മണമാണ് ആ മുളകിന്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് നന്നായി അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമ്മൾക്ക് ഇനി നമ്മളുടെ ഇറച്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ആ തലേനെ ഞങ്ങളിങ്ങനെ ആക്കിയെടുത്തത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല യുദ്ധപ്പണിയായിരുന്നു. രണ്ടും കൂടി ഞാനും ഉമ്മച്ചിയും കൂടി നല്ലോണം പണിയെടുത്തിട്ടാണ് അത് ഈ പരുവത്തിലാക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ മട്ടൻ അപ്പോൾ അതേ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്, മസാല ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് മുൻപ് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടുന്ന ഫ്ലേവേഴ്സ്. എല്ലാ ഫ്ലേവേഴ്സും നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മുങ്ങുന്ന ഞാൻ കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല ഇറച്ചിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6 വിസിലിൽ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ മട്ടൻ കറി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.